പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. 5 വർഷം പൂർത്തിയാക്കി തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്ന ആര്യ രാജേന്ദ്രൻ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം? വളരെ നന്നായി പോയി. വളരെ നല്ല 5 വർഷമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 വർഷമാണ് കടന്നുപോയത്. തോന്നിയായിരിക്കും. ഒരുപാട് അവാർഡുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 31 അവാർഡുകളുണ്ട്. വെറുതെ ചിരിപ്പിക്കരുത്. സംതൃപ്തി തോന്നി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും, അത് റോഡിന്റെ വികസനമാകട്ടെ, പുതിയ കെട്ടിടങ്ങൾ വെക്കുന്നതാകട്ടെ, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതാകട്ടെ തുടങ്ങി എല്ലാ കാര്യത്തിലും വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാം സംതൃപ്തിയുള്ള കാര്യങ്ങളുമാണ്. അതിനപ്പുറം കുറെ സാധാരണക്കാരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചതും, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞതും. വീട്, ഞാൻ എപ്പോഴും പറയും, വീട് എന്നെ സംബന്ധിച്ചൊരു വളരെ ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ കരയുന്ന ഒരു ആര്യ ഞാൻ കണ്ടിരുന്നു. എനിക്കൊന്നു അത് അദ്ദേഹം മരിച്ചു എന്ന് ആ നിമിഷത്തിൽ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു നിമിഷത്തിലേക്ക് പോയത്. മേയർ ആകുമ്പോൾ മുതൽ ഒരു ഭാഗത്തു കൂടി വിവാദവും ഒപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ KSRTC വിഷയത്തിലാണ് എങ്കിലും അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതോടൊപ്പം തന്നെ പിന്നീട് ആ 10 വിവാദം അടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റും? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഇത്തവണത്തെ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം സ്വന്തം തീരുമാനമാണോ അതോ പാർട്ടി തീരുമാനമാണോ? അല്ല, പൊതുവെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വ്യക്തിപരമായ തീരുമാനത്തിനപ്പുറം പാർട്ടിയുടെ പൊതുവായ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഭയങ്കരം തന്നല്ലേ മാവാ. ഇത്തവണത്തെ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം സ്വന്തം തീരുമാനമാണോ അതോ പാർട്ടി തീരുമാനമാണോ? അല്ല, പൊതുവെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വ്യക്തിപരമായ തീരുമാനത്തിനപ്പുറം പാർട്ടിയുടെ പൊതുവായ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. സങ്കടമുണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ ഇപ്പൊ സമൂഹത്തിൽ തന്നെ പലയിടത്തും ആളുകൾ, പല രാഷ്ട്രീയ രംഗത്തുമുള്ള ആളുകൾക്കറിയാം അവരുടെയൊക്കെ 21ാമത്തെ വയസ്സിൽ അവരെന്ത് ചെയ്തു. അങ്ങനെ നോക്കുമ്പോഴാണ് 21ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തലസ്ഥാന നഗരത്തിന്റെ മേയറാക്കിയത് ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.